പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തെ വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് ഒത്തതായി മാറട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ ദിവസം, നല്ല ദിവസം, ഈശോയുടെ സാന്നിധ്യത്തിൽ വീണ്ടും ഒരുമിച്ച് കൂടാൻ കർത്താവ് പ്രത്യേകം അനുഗ്രഹിച്ചു. നിങ്ങൾ പല ദിവസങ്ങളിലായിരിക്കും ചിലപ്പോൾ കാണുന്നത്. എന്നാലും ഇന്ന് ഞായറാഴ്ച 8:30 മണിക്ക് ശാലോം TV-യിലാണല്ലോ ഇത് സംപ്രേഷണം ചെയ്യപ്പെടുന്നത്. ഇപ്പോഴും അഭിഷേകത്തിനെക്കുറിച്ച് അറിയാത്ത പല ആൾക്കാരും ഉണ്ട്. പുതിയ തലമുറകൾക്ക് അറിയുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അറിയിച്ച് നമ്മുടെ പല ആൾക്കാരെയും കാണാത്തവരൊക്കെ നിങ്ങളൊന്ന് പറയണം. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 4-ാമത്തെ അധ്യായത്തിന് 30-ാമത്തെ തിരുവചനം നല്ലൊരു വചനമാണ്. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ വേണ്ടി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസനെ അനുഗ്രഹിക്കണം. അപ്പോൾ അപ്പോസ്തലന്മാർ നടത്തിയൊരു പ്രാർത്ഥനയാണ്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിനെക്കുറിച്ചാണ്. അപ്പം നമുക്ക് ആ പ്രാർത്ഥന ചൊല്ലി നല്ലൊരു അനോയിന്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംഭവിക്കും. ഈശോ ഇന്നും ജീവിക്കുന്നു, ഇന്നും ഇവിടെ സംഭവിക്കും. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഒരു മനസ്സോടെ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിന് വേണ്ടി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ഞങ്ങളുടെ മേൽ നീട്ടണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അവിടുത്തെ കൈകൾ നീട്ടണമേ. ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ മേൽ, ഞങ്ങളുടെ ശുശ്രൂഷകളുടെ മേൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മേൽ അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ഓ ദൈവമേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിന്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു. ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ചിരിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ സമൂഹത്തിൽ ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിച്ചിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ, ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ ഞങ്ങളിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ ഞങ്ങളിൽ നീട്ടണമേ. നന്നായി കരങ്ങളടിച്ച് നന്നായി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അതരം തുറന്ന് സ്തുതിക്കുകയാണ്. ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്.
കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇതെല്ലാം സംഭവിക്കും. വചനം പറയുന്നിടത്ത് ദൈവശക്തി വ്യാപരിക്കും. ലൂക്ക 6:19 അവരുടെ ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി. സങ്കീർത്തന പുസ്തകം അവരുടെ വചനം വെച്ച് വിടുവിച്ചു. ഓ കർത്താവ് യേശുവിന്റെ വചനം പ്രഘോഷിക്കുന്ന ഈ അഭിഷേകാന്തി എപ്പിസോഡിൽ കർത്താവെ അവിടുന്ന് കരുണ തോന്നി, ദയ തോന്നി. കർത്താവെ ദുഷ്കാര്യങ്ങളെ ശാസിക്കണമേ, പൈശാചിക ബന്ധനം അടിച്ചു വിടുവിക്കണമേ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഓ കർത്താവെ തലമുറകൾ ഈശോയുടെ നാമശക്തിയാൽ വിടുതൽ പ്രാപിക്കട്ടെ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. മാറാത്തീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകൾ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാത്തീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകൾ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ കൈയടിച്ച് ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. പുതിയ ഉണർവ്, പുതിയ അഭിഷേകം, പുതിയ കൃപ വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ. പുതിയൊരു അഭിഷേകത്തിൻ കൈ ലേഖനം 12:12 തളർന്ന കൈകളെ ബലമില്ലാത്ത കാൽമുട്ടകളെ ശക്തിപ്പെടുത്തുന്നു. കർത്താവ് തളർന്നവന് വീണ്ടും ബലം നൽകുന്നു. ആരാധന 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 ആരാധന. രോഗികളെ സുഖപ്പെടുത്തുന്ന ശക്തി അവന്റെ മേൽ ഉണ്ടായിരുന്നു. ആരാധന 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 ആരാധന. അവൻ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി. ആരാധന 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 ആരാധന. ഈശോയെ ഈ വചനങ്ങളുടെ ശക്തിപ്പോൾ ശരീരത്തിലേക്ക് ആവസിക്കണം, ഈ വചനങ്ങളുടെ ശക്തിപ്പോൾ ശരീരത്തിലേക്ക് ആവസിക്കണം. വിശ്വസിക്കുന്നതിന് എല്ലാം സാധ്യമാണ്. ആരാധന ആരാധന ആരാധന. നീ വിശ്വസിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കട്ടെ. ആരാധന വചനം അയക്കുന്ന ഈശോയെ അവിടുത്തെ വചനം അയക്കുന്നു. കർത്താവിന്റെ വചനം പാഞ്ഞു വരുന്നു, ഇപ്പോൾ സംഭവിക്കട്ടെ. ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു. നന്ദി പറഞ്ഞു മഹത്വപ്പെട്ടു. ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എങ്ങനെയാണ് ജനങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നത്? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എങ്ങനെയാണ് ഓരോ വ്യക്തികളും യേശുവിലേക്കുള്ള വിശ്വാസത്തിലേക്ക് വന്നത് എന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ, സഭയുടെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കാൻ പരിശ്രമിക്കുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്തിലേക്ക് ആഴപ്പെടുന്നത് കൂദാശകളിലൂടെ, സഭയിലൂടെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതങ്ങനെ തന്നെയാണ് താനും, സംശയം വേണ്ട. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്നാൽ അതിനോടൊപ്പം തന്നെ വിശ്വാസത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരുന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ ഒഴിവാക്കരുത്. അതൊക്കെ ഒഴിവാക്കുന്നത് വലിയ അപകടങ്ങൾ വരുത്തി വയ്ക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, വചനം വായിച്ചപ്പോൾ, വചനം പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ദൈവജനം വിശ്വാസത്തിലേക്ക് വരുന്നതിനുള്ള ഒരു കാര്യം, മറ്റുള്ളവരുടെ സാക്ഷ്യം മൂലം അനേകർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സാക്ഷ്യം മൂലം അനേകർ വിശ്വാസത്തിലേക്ക് വരുന്നതായിട്ട് ബൈബിളിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 39-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 4:39. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമുക്കറിയാം, കിണറ്റിൻ്റെ കരയിൽ സമരിയാക്കാരിയും ഈശോയും തമ്മിലുള്ള സംഭാഷണം. അവൾ വലിയ ദൈവശാസ്ത്രപരമായ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. ആരാധനയെക്കുറിച്ച്,
ഈശോമിശിഹായെക്കുറിച്ച് ക്രിസ്തുവിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കി ഇവൾ ആ പട്ടണത്തിലേക്ക് ചെന്ന് അനേകം ആൾക്കാരോട് ചില കാര്യങ്ങൾ പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഒരാളോ എന്നോട് പറഞ്ഞു, അയാൾ മിശിഹായാണ്, ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ സാക്ഷ്യം മൂലം അനേകം പേര് യേശുവിലേക്ക് വരികയും അവർ യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവജനം വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഈശോ ചെയ്ത കാര്യങ്ങൾ മറ്റൊരു മുമ്പിൽ പറയുമ്പോൾ അനേകർ വിശ്വാസത്തിലേക്ക് വരും. അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ സമൂഹ മധ്യത്തിൽ നമ്മൾ പറയാതിരിക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങൾ, അനേകരുടെ വിശ്വാസത്തിൻ്റെ വരാനുള്ളൊരു ചാല് നമ്മൾ അടച്ചു കളയുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സാക്ഷ്യം പറയുന്നതിനൊക്കെ ഒരുപാട് നിന്ദിക്കുകയും കളിയാക്കുകയും ട്രോൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്താ കാരണം? ഈ സാക്ഷ്യങ്ങൾ മൂലം അനേകർ യേശുവിലേക്ക് വരുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ചാലുകളെല്ലാം അടയ്ക്കാൻ പിശാച് കൗശലപൂർവ്വം തന്ത്രപൂർവ്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ കർത്താവ് നൽകുന്ന കാര്യങ്ങൾ നാടകമോ മടിയോ ലജ്ഞയോ കൂടാതെ സമൂഹത്തിൽ നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സമരിയാക്കാർ പോയിട്ട് എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ സകല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ബൈബിൾ അത് എഴുതിയിട്ടില്ലാന്നേ ഉള്ളൂ. അവള് നാണയം ലജ്ജയോ നോക്കിയില്ല, അവൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു. അനേകർ വിശ്വാസത്തിലേക്ക് വന്നു. പഴയ നിയമത്തിൽ ഒരു വചനം ഞാൻ ഓർക്കുകയാണ്. ജോഷുവയുടെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 31-ാം തിരുവചനം നമുക്ക് വായിക്കാം. ജോഷുവയുടെ കാലത്തും അവന് ശേഷവും ജീവിച്ചിരിക്കുന്നവരും കർത്താവ് ഇസ്രായേലിന് ചെയ്ത എല്ലാ കാര്യങ്ങളും കണ്ടവരുമായ ശ്രേഷ്ഠന്മാരുടെ കാലത്തും ഇസ്രായേൽ കർത്താവിനെ സേവിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജോഷുവയുടെ കാലത്ത്, ജോഷുവയ്ക്ക് ശേഷം കുറെ ആൾക്കാർ ആ സമയത്ത് ജീവിച്ചിരുന്നവര് കർത്താവ് ഇസ്രായേലിൽ നേരിട്ട് ചെയ്ത കാര്യങ്ങൾ കണ്ടവര്, ചെങ്കൽ വിഭജിച്ചത്, മന്ന പൊഴിച്ചത്, രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയത്, ദേശങ്ങൾ വിഭജിച്ച് കൊടുത്തത് എന്ന് വേണ്ട സകല കാര്യങ്ങളും, അഗ്നിസ്തംഭം, മേഘസ്തംഭം, അന്ന് വേണ്ട കാര്യങ്ങൾ കണ്ടവരുടെ കാലത്ത് ആ കണ്ടവർ അടുത്ത തലമുറ ഞാനിത് കണ്ടതാണെന്ന് പറഞ്ഞു കൊടുത്തത് മൂലം അടുത്ത തലമുറ കർത്താവിനെ സേവിച്ചു. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അതിന്റെ അർത്ഥം, അതിനുശേഷം ഇസ്രായേൽ വലിയ പ്രതിസന്ധികൾ വരുന്ന കാലഘട്ടത്തിൽ ഒരു കാര്യം കണ്ടവരുടെ സാക്ഷ്യത്തിന്റെ അഭാവമാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് അപ്പസ്തോലപ്രവർത്തനം 4-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ അപ്പസ്തോലന്മാർ പറയാണ്, എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ സാധ്യമല്ല. എന്തൊരു വചനമാണ് സഹോദരങ്ങളെ. ഞങ്ങൾ കണ്ടതും കണ്ട് ഞങ്ങൾ പറയാതിരിക്കാൻ പറ്റുകയില്ല, തീർത്ത് പറയാം. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം നമുക്കറിയാം. ആദ്യം മുതൽ ഉണ്ടായിരുന്ന കണ്ണുകൊണ്ട് കണ്ടത് സ്വന്തം കൈകൊണ്ട് വീഴ്ച, ഇത് ആ കാര്യങ്ങളാണ് അറിയിക്കുന്ന പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ ഓർക്കാണ്, കഴിഞ്ഞ നാളൊരു സാക്ഷ്യം കേട്ടത് ഓർക്കാണ്. ആ ഒരു കുടുംബത്തിൽ അത് മക്കൾക്കൊന്നും കാര്യമായിട്ട് അങ്ങനത്തെ ഒരു വിശ്വാസ ബോധ്യമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഈ അഭിഷേകാഗ്നിയിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ട് 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 ആ കുടുംബം മുഴുവൻ വിശ്വാസത്തിലേക്ക് വന്നൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ പേര് ജോൺ കളപ്പുര. ഞാൻ മംഗലാപുരത്തു നിന്നാണ് വരുന്നത്. സിഹിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ കന്നഡ മിനിസ്ട്രി ബാംഗ്ലൂരിൽ വെച്ച് നടത്തുന്നുണ്ട്. നമ്മുടെ FCM കന്നഡ മിനിസ്ട്രി ഉണ്ട് ബാംഗ്ലൂർ. FCM കന്നഡ മിനിസ്ട്രി. ഡെന്നിസ് ബ്രദറാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. ഡെന്നീസ്. അപ്പോൾ ഡെന്നിസ് ബ്രദർ എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഞങ്ങളൊന്നും കേട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന്, ഞാൻ ബാംഗ്ലൂരിൽ 3-4 വർഷം ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ മംഗലാപുരത്ത് വന്ന് കുടുംബമായിട്ട് താമസിക്കുമ്പം മക്കൾക്ക് ഇതിനെപ്പറ്റിയൊന്നും നല്ല വിശ്വാസമൊന്നുമില്ല. അവർ TV ഒന്നും അങ്ങനെ ഇതൊന്നും ധ്യാനമൊന്നും ഇല്ലെങ്കിൽ ഞായറാഴ്ചത്തെ നമ്മുടെ അഭിഷേകാഗ്നിയൊന്നും അവർ കാണുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞതിന് ശേഷം 16-ൽ ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ട് ഞാൻ ഇവിടെ കന്നഡ മിനിസ്ട്രിയിലാണ് കൂടിയത്. അപ്പോൾ അതിന് ശേഷം പോയി പിന്നെ ഞാൻ ഞായറാഴ്ചത്തെ അഭിഷേകാഗ്നി കാണാൻ തുടങ്ങി. മക്കളെയും വിളിച്ചിരുത്തി കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മുമ്പൊന്നും ഇത് വിശ്വാസമില്ല. ഇത് ഡാഡിക്ക് ഇതൊക്കെ നമ്മൾ എന്നാ ഇതിനെ കാണുന്നത്, ഇതങ്ങനെ എങ്ങനെ എന്നൊക്കെ അവർ പറയുമായിരുന്നു. കുരിശൂരെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അവർക്ക് TV-യുടെ മുമ്പിൽ അരമണിക്കൂർ ഇരിക്കാനുള്ള ക്ഷമയില്ലായിരുന്നു. പക്ഷേ ഞാൻ അവരെ നിർബന്ധിച്ച് ഇരുത്തുമായിരുന്നു. ജീവിത പങ്കാളിയോടും പറയുമ്പോൾ അവർ അത്ര താല്പര്യം കാണിക്കില്ലായിരുന്നു. പക്ഷേ പറഞ്ഞ് അവർ ഞാൻ കാണാൻ തുടങ്ങി. അവർ കണ്ടില്ലെങ്കിലും ഞാനിരുന്ന് കാണാൻ തുടങ്ങും. പിന്നെ അവരെ വിളിച്ചിരുത്തി അവരും ഇന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ അവർ മറ്റുള്ള കുട്ടികളുടെയൊക്കെ അതിൽ സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്.
ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാക്ഷ്യം പറയുമായിരുന്നു. ആ സാക്ഷ്യമൊക്കെ കേട്ടപ്പോൾ ഇവരും പഠിക്കുകയില്ല. അപ്പോൾ ഇവർക്ക് കുറേശ്ശെ വിശ്വാസം വരാൻ തുടങ്ങി. പിന്നെ ഇവർ സ്ഥിരമായിട്ടിരുന്ന് കാണാൻ തുടങ്ങി. എൻ്റെ മോള് വളരെ താല്പര്യത്തോടെ ഇരുന്ന് കാണുമായിരുന്നു. അവൾ BSW MSW പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരിയേറെ ഇതിന് പ്രാർത്ഥിക്കുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് അവൾ MSW പകുതിയായപ്പോൾ തന്നെ അവൾക്ക് UK നിന്ന് ഇൻ്റർവ്യൂ വന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ അവൾ പാസ്സായി. അവളിപ്പോൾ UK പോയി ജോലി ചെയ്യുന്നു. ഹല്ലേലൂയ. അവൾ വചനം കേട്ട് പിന്നെ ഇതിൽ ഫുൾ കൺവിക്ഷനായി അല്ലേ? കൺവിക്ഷനായി. ഇപ്പോൾ ഇപ്പോഴും നല്ല വിശ്വാസത്തിലുണ്ട്. അതേപോലെ മോനിപ്പോൾ അവൻ സെക്കൻഡ് ഇയർ ഇത് കഴിഞ്ഞിട്ട് PUC കഴിഞ്ഞതിന് ശേഷം നീറ്റിന് വേണ്ടി പഠിക്കുമായിരുന്നു. നീറ്റിൽ പഠിച്ച് അവന് 563 മാർക്ക് ഡിസ്റ്റിങ്ഷൻ മേടിച്ച് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. മോന് അഭിഷേകിനെ കാണാൻ ബോധ്യായി അല്ലേ? അതെ. അവൻ ഗവൺമെൻറ്റിൽ ഇപ്പം അവൻ ഗവൺമെൻറ് കോട്ടയിൽ അവന് MBBS പഠിക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. അവനും ഈ വർഷം അട്ടപ്പാടി എന്നുള്ള ശുശ്രൂഷ, പ്രത്യേകിച്ച് ഹോളി സ്പിരിറ്റ് ഈവനിങ് അഭിഷേകത്തിനൊക്കെ ശുശ്രൂഷകൾ നിങ്ങൾ ഓൺലൈനിൽ കാണുമ്പോൾ കുട്ടികളുടെ ബുദ്ധിശക്തി അങ്ങോട്ട് വർദ്ധിക്കും. പഠിക്കാനുള്ള കൃപ കർത്താവ് വർദ്ധിപ്പിച്ചു കൊടുക്കും. അതാണ് ഈ കുടുംബത്തിൽ കാണുന്നത് അല്ലേ? 2 പിള്ളേർക്ക് ആദ്യം താല്പര്യം, പക്ഷേ വാച്ച് ചെയ്ത് പിന്നെ അവർക്ക് കംപ്ലീറ്റ് കൺവിക്ഷനായി. അതുകൊണ്ട് അവരുടെ IQ പവറൊക്കെ അങ്ങോട്ട് വർദ്ധിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വർദ്ധിച്ചു. ഓർമ്മശക്തി വർദ്ധിച്ചു. പഠനത്തിൽ നല്ല റിസൾട്ടോടെ പാസ്സാകാനും പെട്ടെന്ന് കർത്താവിൻ്റെ അത്ഭുതങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഉയർച്ച കൊടുത്ത് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര ക്ലിയർ ആയിട്ടാണ് അപ്പച്ചൻ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അതായത് ആ കുട്ടികൾക്ക് അത്ര ഇങ്ങനത്തെ കാര്യങ്ങൾ വിശ്വാസ ബോധ്യമില്ല, താല്പര്യമില്ല. വന്നിട്ട് ടോക്ക് കേട്ടിരിക്കും. പക്ഷെ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ അവരിൽ കുറേശ്ശെ വിശ്വാസം വരികയാണ്. അങ്ങനെ സാക്ഷ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ വചനം കേൾക്കണമെന്ന് തോന്നുകയാണ്. അങ്ങനെ വചനം കേട്ട് നോക്ക്, ആ സാക്ഷ്യം വചനത്തിലേക്ക് വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ആ കുട്ടികൾ പഠിക്കുന്ന അനേക സ്ഥലങ്ങളിൽ അവർക്കുണ്ടായ അനുഭവം അനേകരത്ത് സാക്ഷ്യപ്പെടുത്തി അനേകര് ഈ അഭിഷേകാന്തിയെ കാണാൻ ഇടവരികയും വിശ്വാസത്തിലേക്ക് വരാൻ ഇടവരികയും. എന്ന് പറഞ്ഞാൽ എവിടെയാണോ നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ അവസരം നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഒരു അഭിമന്യ പിതാവ് ഇവിടെ വന്നപ്പോൾ ആ പിതാവ് ഇവിടെ നമ്മുടെ ഈ അഭിഷേകാന്തി റെക്കോർഡിങ്ങിന് സഹായിക്കുന്ന ശുശ്രൂഷകരെ കണ്ടപ്പോൾ പറഞ്ഞു, അതായത് അഭിഷേകം എടുക്കുന്ന അച്ഛന്മാരോട് പറയണം സാക്ഷ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നാളുകളുടെ ഇടയ്ക്ക് സാക്ഷി ഇടാതെ എപ്പിസോഡ് തന്നെ എടുത്തായിരുന്നു, ടോക്ക് തന്നെയായിട്ട്. അപ്പോൾ ആ ഒരു അഭിമന്യ പിതാവ് ഇവിടെ ഇപ്പോൾ ശുശ്രൂഷകരെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്, അച്ഛന്മാരോട് പറയണം സാക്ഷ്യങ്ങൾ ഇടണം. നോക്ക് സഹോദരങ്ങളെ, പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവിക ജ്ഞാനമുള്ളവർക്ക് അറിയാം ഈ സാക്ഷ്യങ്ങൾ വഴി അനേകർ വിശ്വാസം വർദ്ധിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമുക്ക് സാക്ഷ്യം പറയാൻ എവിടെ അവസരം കിട്ടും നമ്മൾ ഉപയോഗിക്കണം, തള്ളിക്കളയരുത്. കാരണം സാക്ഷ്യമുള്ള അനേകർ വിശ്വാസത്തിലേക്ക് വരും. നിങ്ങൾ ഇത് ചോദിക്കേ, നമ്മുടെ സാക്ഷ്യം പോലെ ഒരാത്മാ വിശ്വാസത്തിലേക്ക് വന്ന് നമുക്ക് വചനപ്രഘോഷം അറിയത്തില്ല, വേണ്ട, സാക്ഷ്യം പറയാമല്ലോ. അങ്ങനെ ഒരു 10 ആത്മാക്കൾ രക്ഷപ്പെട്ടാൽ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം കൂടുമല്ലേ? പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവജനം വിശ്വാസത്തിലേക്ക് വരുന്ന രണ്ടാമത്തെ ഒരു മാർഗം ബൈബിളിൽ കാണുന്നത് വചനപ്രഘോഷണം വഴി അനേക ആത്മാക്കൾ വിശ്വാസത്തിലേക്ക് വരും. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന് 40-41 തിരുവചനങ്ങൾ. ആ സമരിയാക്കാർ അവൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവന്റെ വചനം ശ്രവിച്ച മറ്റ് പലരും അവനിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെ സമരിയാക്കാരിക്ക് ചെയ്തതുപോലെയുള്ള ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ് കൊടുത്തതോ മെസ്സേജ് എടുത്ത് പ്രാർത്ഥിച്ചതോ അത്ഭുതങ്ങളുടെ അടയാളം രോഗശാന്തി ഒന്നും അവിടെ നടന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈശോ ഒരുപാട് വചനങ്ങൾ പറഞ്ഞു. ആ വചനപ്രഘോഷം കേട്ടപ്പോൾ അനേകർ വിശ്വാസത്തിലേക്ക് വന്നെന്ന് പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പിശാച് കടന്നാക്രമിക്കുന്ന അടുത്തൊരു മേഖലയാണ് വചനപ്രഘോഷണങ്ങളെ കടന്നാക്രമിക്കുകയാണ്. എന്തിനാ യൂട്യൂബിലേക്ക് ഇങ്ങനെ വചനം എടുത്തിടുന്നത്? എന്തിനാ ഇങ്ങനെ ഫേസ്ബുക്കിൽ വചനം പോസ്റ്റ് ചെയ്യുന്നത്? ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? എല്ലാവരും ബിസിനസ്സാണ്, കച്ചവടമാണ് എന്നൊക്കെ പറഞ്ഞ് വചനപ്രഘോഷണത്തെ ആക്രോശത്തോടെ ആക്രമിക്കുന്നവര്, ഞാൻ മനസ്സിലാക്കുന്നത് അതിനൊക്കെ പുറകിൽ പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയെ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും.
എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. അവിടെ തന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവന് വിശ്വസിച്ചു. നോക്കെ, ശരിക്കും പറഞ്ഞാൽ വലിയ ദൈവശാസ്ത്രമാണ്. മനസ്സിലാക്കാൻ പറ്റാത്ത ട്രിനിറ്റേറിയൻ തിയോളജി ഓഫ് ട്രിനിറ്റി, ദൈവശാസ്ത്രം, തൃത്വം, അത് ഈശോ പറഞ്ഞപ്പോൾ അനേകം പേര് വിശ്വസിച്ച്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഹല്ലേലൂയ. അവിടെ പ്രത്യേകിച്ച് വേറെ ഒരു അടയാളങ്ങൾ അത്ഭുതങ്ങൾ ഒന്നല്ല. വചനപ്രഘോഷം നടന്നുകൊണ്ടിരുന്നപ്പോൾ, അതായത് വചനപ്രഘോഷം നടന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവാണ് വിശ്വാസം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിന്റെ 10-ാമത്തെ അധ്യായത്തിൽ 13-14 തിരുവചനങ്ങൾ. ലെറ്റർ റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 13 and 14. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? എന്നിട്ട് പറയാണ്, പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? കാരണം തൊട്ട് താഴെ റോമാലേഖനം 10:17 ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വചനം ഒന്ന് ഷെയർ ചെയ്യാൻ, 2 വചനം ഒരാളോട് പറയാൻ കിട്ടുന്ന ഒരു അവസരങ്ങളിൽ അവർ വിശ്വസിക്കുമോ, അവരിനെ ചിന്തിക്കുമോ, അവർക്കത് മനസ്സിലാവുമോ, അവർ കളിയാക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഇത് പ്രവർത്തിക്കുന്ന, വചനത്തിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്. ദൈവാത്മാവാണ് പ്രവർത്തിക്കുന്നത്, നമ്മളല്ല പ്രവർത്തിക്കുന്നത്. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഇങ്ങനെ കൺവെൻഷൻ നടത്തുമ്പോൾ, അല്ലെങ്കിൽ വലിയ ധ്യാനങ്ങൾ സമർപ്പിക്കുമ്പോൾ എന്താ ഇത്ര വെറുതെ പാഴ്ചെലവ്, പൈസയുടെ ചെലവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തരത്തിൽ ഇതിനെയൊക്കെ ബ്ലോക്കാക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസികൾ അകറ്റാനുള്ള അനേകർ വിശ്വാസത്തിലേക്ക് വന്ന സാധ്യതകൾ പിശാചി വെട്ടിക്കളയാൻ വേണ്ടി നോക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് ദൈവജനം വിശ്വാസത്തിലേക്ക് വരുന്ന അടുത്തൊരു മേഖലയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അനേകർക്ക് വിശ്വാസത്തിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 11. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ അനേകർ അവനിൽ വിശ്വസിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 2-ാം തിരുവചനം, വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു, കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന് 45-ാം തിരുവചനം, മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനപ്രഘോഷം നടക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. അനേകർ വിശ്വാസത്തിലേക്ക് വരാൻ കാരണമാവും. അപ്പം നോക്ക്, സാക്ഷ്യം പറയുന്നത് വഴി വിശ്വാസത്തിലേക്ക് വരുന്നു, വചനപ്രഘോഷം വഴി വിശ്വാസത്തിലേക്ക് വരുന്നു, സമൂഹത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് വിശ്വാസത്തിലേക്ക് വരും. 4-ാമത് ദൈവജന വിശ്വാസത്തിലേക്ക് വരുന്ന മറ്റൊരു മേഖല, പുതിയ നിയമത്തിലെ ഓരോ സംഭവങ്ങളും പഴയ നിയമത്തിൽ പറഞ്ഞത് പൂർത്തീകരിക്കപ്പെട്ടതാണ് എന്ന ബോധ്യം ലഭിക്കുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ഒരുപാട് സൂചനകളുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നിറവേറുന്നത് കാണുമ്പോൾ വിശ്വസിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈശോ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് അനേകർക്ക് വിശ്വാസം വർദ്ധിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ, യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനിത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരെന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നോക്ക്, ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് സംഭവിക്കുന്നത് കാണുമ്പോൾ വിശ്വാസം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് പഴയ നിയമം വായിക്കണം. പഴയ നിയമം വായിച്ചിട്ട് പുതിയ നിയമം വായിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ ഇത് ഓരോന്നും പറഞ്ഞത് അച്ചട്ടായിട്ട് നിറവേറുന്ന കാണും വിശ്വാസം വർദ്ധിക്കുക. പുതിയ നിയമം വായിക്കണം, എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ലോകത്തിൽ നടക്കുന്നത് കാണുമ്പോൾ വിശ്വാസം വർദ്ധിക്കണം.
യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 40 മുതൽ 42 വരെ തിരുവചനങ്ങൾ. ജോർദാന്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി അവിടെ താമസിച്ചു. വളരെ പേർ അവൻ്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു, യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല, എന്നാൽ ഈ മനുഷ്യനെ പറ്റി യോഹന്നാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്. അവിടെ വെച്ച് വളരെ പേർ അവനിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്നാപക യോഹന്നാൻ ഈശോയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണല്ലോ എന്ന് ഈശോയെ കണ്ടപ്പോൾ ആൾക്കാർക്ക് ബോധ്യം, അവർ വിശ്വസിക്കുകയാണ്. അടുത്തൊരു മേഖലയാണ് രോഗസൗഖ്യം കിട്ടുമ്പോൾ ജനം വിശ്വസിക്കുന്നു. യോഹന്നാൻ 4:53 നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂർ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവന് കുടുംബം മുഴുവനും വിശ്വസിച്ചു. പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അപ്പസ്തോലപ്രവൃത്തി 4-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ വാക്യം നമ്മൾ തുടക്കത്തിൽ വായിച്ചൊരു വചനമുണ്ടല്ലോ. അവിടുത്തെ പരിശുദ്ധദാസന യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയാ. കാരണം വചനപ്രഘോഷണം വഴി, രോഗശാന്തി വഴി, അത്ഭുതം വഴി, അടയാളം വഴി, സാക്ഷ്യം വഴി അനേകർ വിശ്വാസത്തിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തതുകൊണ്ട് മാത്രം വിശ്വാസം വർദ്ധിക്കുമെന്ന് വിചാരിക്കരുത്. കാരണം മത്തായി 11:20 വചനമുണ്ട്, യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. അങ്ങനെ അത്ഭുതം നടന്നുകൊണ്ട് മാത്രം ഇത് നടക്കുമെന്നല്ല പറയുന്നത്. പക്ഷെ ഇത് ഒഴിവാകരുത്. യോഹന്നാൻ 20:29 ചിലപ്പോൾ ചിലരുടെ മനസ്സിൽ വരാം. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വിശ്വാസം ലെവലുണ്ട്, 100% ശരിയാണ്. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് മറക്കരുത്. അതാണ് CCC 1816 പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശിഷ്യൻ വിശ്വാസം സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രം പോരാ, അത് ഏറ്റുപറയുകയും ഉറപ്പോടെ അതിനെ സാക്ഷ്യം വഹിക്കുകയും അത് പ്രചരിപ്പിക്കുകയും കൂടി ചെയ്യണം. വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയും വിശ്വാസത്തിൻ്റെ സാക്ഷ്യവും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൻ്റെ സാക്ഷ്യവും വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയും ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇതിനകത്ത് നമ്മളൊരു മടി വിചാരിക്കരുത്. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കേട്ട വചനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓരോ വചന വായനയും നമ്മളെ പ്രാർത്ഥനയിലേക്ക് നയിക്കണമെന്ന് ബെന്റമാർ പാപ്പ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണം. പരിശുദ്ധാത്മാവ് എന്നെ രൂപാന്തരപ്പെടുത്തണം. എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണം. ദൈവമേ, എൻ്റെ ജീവിതത്തിലുള്ള ഈശോ അനുഭവം അനേകരോട് പറയാനൊരു കൃപ എനിക്ക് തരണം. അറിയാവുന്ന വചനങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊരു കൃപ എനിക്ക് നൽകണം. ഒരുപക്ഷെ എനിക്ക് ധ്യാനിപ്പിക്കാനോ വചനപ്രഘോഷണം നടത്താനുള്ള സാഹചര്യങ്ങളില്ല. പക്ഷേ കർത്താവ് എൻ്റെ പള്ളിയിലും അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിൽ കൺവെൻഷൻ ശുശ്രൂഷകളും ധ്യാനങ്ങളൊക്കെ നടക്കുമ്പോൾ ദൈവമേ, അവിടെ അത്ഭുതം, അടയാളം, രോഗശാന്തി, മാനസാന്തരം സംഭവിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാനും മധ്യസ്ഥ പ്രാർത്ഥന കൃപ എനിക്ക് തരണം. എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ വർദ്ധവിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് അധ്വാനിക്കണം. അത് ധ്യാനിപ്പിക്കുന്നവരെ മാത്രമല്ല, എല്ലാവരും ചേർന്ന് അധ്വാനിക്കണം. നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യണം. കർത്താവിനെ കൃപ തരും. നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. ആഗ്രഹിക്കുക, ആത്മീയ സ്നാനം ചെയ്യണമേ. ചോദിക്കുക, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ. സംഭവിക്കട്ടെ. സാക്ഷിയായി ഉയർത്തണമേ. ഒരു സാക്ഷിയാക്കി മാറ്റണമേ. സാക്ഷിയായി ഉയർത്തണമേ. ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ദൈവമേ, ഓരോ ആശീർവാദ സമയത്ത് കൃപകൾ വാരി വിതറുമെന്ന വാഗ്ദാനമുണ്ടല്ലോ. ദൈവമേ, ശുശ്രൂഷ കൃപകൾ ഇപ്പോൾ വാരി വിതരണമേ.
രാത്രി